അത് വലിയ നഷ്ടമായി. വട്ടിയൂർക്കാവിലെ കാര്യങ്ങളും പ്രവചനാതീതമായി നിൽക്കുന്ന ഘട്ടത്തിൽ അർജുൻ നമുക്ക് ചേർന്നുണ്ട്. അർജുൻ, എന്താണ് വട്ടിയൂർക്കാവിന്റെ അവസ്ഥ? എന്താണ്? ശക്തമായിട്ടുള്ള മത്സരം വട്ടിയൂർക്കാവിൽ നടക്കുകയാണ്. ഒരു നേരത്തെ 1000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് കെ മുരളീധരൻ ലീഡ് ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 7-ാം റൗണ്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് കെ മുരളീധരന് ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 483 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ കെ മുരളീധരന് ഉള്ളത്. അത് എങ്ങോട്ടേക്കും അറിയാവുന്ന ഒരു സാഹചര്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നിർണായകമായിട്ടുള്ള വോട്ടുകൾ എണ്ണാനുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഏതാണ്ട് 18 റൗണ്ട് എണ്ണാനുണ്ട്. ആ ഇടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ലഭിക്കുന്ന മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 8ാം റൗണ്ട് കൊടുങ്ങാനൂരും വട്ടിയൂർക്കാവും പാങ്ങോടും ഒക്കെ ഉള്ള മേഖലയാണ്. ആ വട്ടിയൂർക്കാവിലും പാങ്ങോടുമൊക്കെ LDF-നും UDF-നും ഒരുപോലെ ശക്തമായിട്ടുള്ള ഇടങ്ങളാണ്. അതിനുശേഷം ശാസ്തമംഗലം, പാങ്ങോട്, കവടിയാർ ഭാഗങ്ങളിലൊക്കെ ഒരുപക്ഷെ മുരളീധരൻ ലീഡ് ഉയർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് അവസാന ഘട്ടത്തിലേക്ക് മുക്കടയും കേശവദാസപുരവും കുറവങ്കോണവും ഒക്കെ എത്തുന്ന ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള മത്സരം എങ്ങോട്ടേക്ക് മാറും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലേക്ക് വട്ടിയൂർക്കാവിലെ ഇപ്പോഴത്തെ മത്സരം മാറുകയാണ്.